ഗംഗയ്ക്ക് നകുൽമോനോട് അകൽച്ചയൊന്നുമില്ല. അതൊക്കെ വെറുതെ തോന്നുന്നതാ. പിന്നെ അവൾക്ക് പുറത്തുള്ള, അതായത് പരിചയമില്ലാത്ത ആൾക്കാരോട് എങ്ങനെ പെരുമാറണമെന്നൊന്നും അറിയില്ല. അതിന്റേതാവും മോൻ അങ്ങനെ തോന്നിയത്. നിങ്ങളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ സ്ഥിതിക്ക് അടുത്ത് ഇടപഴകാനും സംസാരിക്കാനും ഒന്നും സാധിച്ചിട്ടില്ലല്ലോ. അതെ, അതൊക്കെ കാരണോ ഗംഗയൊന്ന് പുറത്തു കൊണ്ടുപോയാലോന്ന് ഞാൻ ചിന്തിച്ചത്. ഞങ്ങൾക്കിടയിൽ ഇനിയും ഉരുകാത്ത മഞ്ഞുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയേക്കാം. അതൊരു നല്ല കാര്യമാ മോനെ. മോൻ ഗംഗയും കൂട്ടി പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് വന്നോളൂ. എനിക്കതിൽ ഒരു എതിർപ്പും ഇല്ല. ഇനിയുള്ള കാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ നിങ്ങള്. വിവാഹ നിശ്ചയവും കഴിഞ്ഞതാ. ഇനി ഞാനെന്തിനാ എതിർക്കുന്നത്? പോയിട്ട് വാ. മുത്തശ്ശി അനുവാദം തന്നാൽ മാത്രം പോരാ. ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്? മുത്തശ്ശി തന്നെ ഇക്കാര്യം ഗംഗയോട് പറയണം. ഞാൻ പറഞ്ഞ ഒരിക്കലും ഗംഗ വരില്ല, അതെനിക്ക് ഉറപ്പാ. മുത്തശ്ശി അത്രയ്ക്ക് അടക്കത്തോടും ഒതുക്കത്തോടും അല്ലേ ഗംഗയെ വളർത്തിയിരിക്കുന്നത്. അതിന്റെ അടക്കവും ഒതുക്കവും ഗംഗയ്ക്ക് വേണ്ടോളും ഉണ്ട്. അതുകൊണ്ട് മുത്തശ്ശി തന്നെ ഇക്കാര്യം ഗംഗയോട് പറയണം. പിന്നെന്താ മോനെ, ഞാൻ പറയാം. ഇവിടെ എവിടെയും കൂടി വേഗം വരക്കി. നോക്കിയേ, ഇതെങ്ങനെയുണ്ട് ഗംഗേ? ഹായ്, സൂപ്പർ. എന്റെ മാളക്കുട്ടി മിടുക്കിയല്ലേ? എന്നാ ഞാൻ വേറെ ഒരെണ്ണത്തിന് കളർ കൊടുക്കാം. ഗംഗേ, എന്താ മുത്തശ്ശി? നകുല് നിന്നെയും കൊണ്ടൊന്ന് പുറത്തു പോയിട്ട് വരാന്ന് പറയുന്നു. അത് കേട്ടപ്പോ ഒരു നല്ല കാര്യമാണെന്ന് എനിക്കും തോന്നി. മോള് റെഡിയായി നകുലിന്റെ കൂടെ പോയിട്ട് വാ. ഇല്ല, ഞാൻ പോവില്ല മുത്തശ്ശി. എനിക്ക് എവിടെയും പോണ്ട. ഞാനിവിടെ ഇരുന്നോളാം. അതെ, ഗംഗ പോണ്ട. ഗംഗ ഇയാളുടെ കൂടെ പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഗംഗ നകുലിന്റെ കൂടെ പോകുന്നതിന് എന്താ കുഴപ്പം? ഇവര് കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ. ഇവരുടെ നിശ്ചയവും മോതിരം മാറ്റവും എല്ലാം കഴിഞ്ഞതല്ലേ. ഇനി ഒരുമിച്ച് പുറത്തു പോകുന്നതിൽ ഒരു തെറ്റുമില്ല. വേണ്ട, എന്തായാലും ഗംഗ അയാളുടെ കൂടെ പോണ്ട. മാളു, വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് വാശി പിടിക്കാൻ നിൽക്കരുത്. ഗംഗയുടെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഗംഗെ, നീ വേഗം റെഡിയാക്ക. നകുലിന്റെ കൂടെ പോയിട്ട് വാ. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. ഗംഗ റെഡിയായിട്ട് വന്നാ മതി. ഗംഗെ, നിന്നെ നകുൽമോൻ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. എപ്പോഴും നിന്റെ മനസ്സിന്റെ സന്തോഷത്തെക്കുറിച്ചാ നകുൽ ചിന്തിക്കുന്നത്. കുട്ടിക്കളിക്ക് കൂട്ടു നിൽക്കാനുള്ളതല്ല നിന്റെ ജീവിതം. അതിന് ഞാൻ സമ്മതിച്ചു തരികയില്ല.